Hi friends, welcome to iPlus Training Solution. Today we are dealing with part 2 of Marketing Management. In this section we are going to discuss product decision. The major topics that are to be covered in this section are concept of product decision, product line, product mix decision, product life cycle, and lastly new product development. Let's begin with concept of product. A product is defined as bundles of utility consisting of various features and accompanying service is called a product. The term product does not mean only the physical product but the total product including brand, package, label, status of manufacturers and services offered to the customers. Product എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. Product is anything that can meet a need or want of a customer. ഒരു കസ്റ്റമറുടെ നീഡ്സ് ആൻഡ് വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന എന്തിനേയും നമുക്ക് എന്തെന്ന് വിളിക്കാം? പ്രോഡക്റ്റ് എന്ന് വിളിക്കാം. അതായത് ഒരു റീറ്റെയിൽ സ്റ്റോറിനെ വേണമെങ്കിൽ നമുക്ക് പ്രോഡക്റ്റ് എന്ന് വിളിക്കാം. അതല്ലെങ്കിൽ ഒരു കസ്റ്റമർ സർവീസിനെ വേണമെങ്കിൽ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഒരു പ്രോഡക്റ്റ് എന്ന് വിളിക്കാം. അതായത് ഫിസിക്കൽ പ്രോഡക്റ്റ് നമ്മൾ ആ കാണുന്ന ഒരു ഫിസിക്കൽ പ്രോഡക്റ്റ് ആയിട്ടുള്ള അതിനെ മാത്രമല്ല ഈ പ്രോഡക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് അതിന്റെ ബ്രാൻഡ്, പാക്കേജിങ്, ലേബൽ, സ്റ്റാറ്റസ് ഓഫ് മാനുഫാക്ചർ, സർവീസസ് ഓഫേർഡ് ടു ദി കസ്റ്റമേഴ്സ്, ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് അതിനെ എന്തെന്ന് വിളിക്കുന്നത്? നമ്മളൊരു പ്രോഡക്റ്റ് എന്ന് വിളിക്കുന്നത്. മെയിൻലി രണ്ട് തരത്തിലാണ് പ്രോഡക്റ്റ് ഉള്ളത്, നോൺ ഡ്യൂറബിൾ ഗുഡ്സും ഡ്യൂറബിൾ ഗുഡ്സും. നോൺ ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാഞ്ചിബിൾ ഗുഡ്സ് ആണ് ആൻഡ് ദാറ്റ് ആർ കൺസ്യൂംഡ് വിത്ത് വൺ ഓർ ഫ്യൂ യൂസസ്. എക്സാമ്പിൾ സ്വീറ്റ്സ്, അതായത് വൺ ടൈം യൂസ് ഉള്ള ഗുഡ്സിനെയാണ് നോൺ ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഡ്യൂറബിൾ ഗുഡ്സ് മീൻസ് ദീസ് പ്രോഡക്റ്റ് ആർ ടാഞ്ചിബിൾ വിച്ച് റിമെയിൻ ഇൻ യൂസ് മന്ത്സ് ആഫ്റ്റർ മന്ത്സ് ഓർ ഇയേഴ്സ് ആഫ്റ്റർ ഇയേഴ്സ്. അതായത് ഒരുപാട് നാളത്തേക്ക് നമുക്ക് സൂക്ഷിച്ചു വെക്കാനായിട്ട് പറ്റുന്ന തരത്തിലുള്ള ഗുഡ്സിനെയാണ് ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് പറയുന്നത്. അതായത് ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, അതൊക്കെ ഡ്യൂറബിൾ ഗുഡ്സിന് എക്സാമ്പിൾ ആണ്. ഈ കൺസ്യൂമർ ഗുഡ്സിനകത്ത് വരുന്ന കാര്യങ്ങളാണ് കൺവീനിയൻസ് ഗുഡ്സ്. അതായത് ഈസി ആൻഡ് ക്വിക്ലി ടു ബൈ. അതായത് നമ്മൾ എപ്പോഴും വാങ്ങിക്കുന്ന ഗുഡ്സിനെയാണ് കൺവീനിയൻസ് ഗുഡ്സ് എന്ന് പറയുന്നത്. ദിസ് ഇൻക്ലൂഡ് ഐറ്റം വിച്ച് ദ കൺസ്യൂമേഴ്സ് ബൈസ് ഫ്രീക്വന്റ്ലി വിത്ത് മിനിമം ഷോപ്പിംഗ് എഫേർട്സ് ലൈക്ക് ഗ്രോസറി, ടോയ്ലറ്ററീസ്, അതൊക്കെ. അതായത് നമ്മൾ എപ്പോഴും വാങ്ങിക്കുന്ന ഗുഡ്സിനെയാണ് നമ്മൾ കൺവീനിയൻസ് ഗുഡ്സ് എന്ന് പറയുന്നത്. അതായത് ആ ഒരു ഗുഡ്സ് വാങ്ങിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകിച്ച് ഒരു ചിന്തയോ കാര്യങ്ങളോ അങ്ങനെയൊന്നും നോക്കത്തില്ല. നമുക്ക് എപ്പോഴും വേണ്ടുന്ന ഗുഡ്സിനെയാണ് കൺവീനിയൻസ് ഗുഡ്സ് എന്ന് പറയുന്നത്. അത് ഈസി ആൻഡ് ക്വിക്ലി ടു ബൈ, അങ്ങനെയുള്ള ഗുഡ്സ് ആണ് കൺവീനിയൻസ് ഗുഡ്സ്. ഇനി ഷോപ്പിംഗ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ കമ്പാരിസൺസ് ഇൻക്ലൂഡ്സ് കസ്റ്റമർ ഇൻവോൾവ്മെന്റ്, ഫർണിച്ചർ, ജ്വല്ലറി. These include items which the consumers select and buy after making comparisons of substitutes on such criteria as quality, price, style, suitability. ഷോപ്പിംഗ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു ഫർണിച്ചർ വാങ്ങിക്കും, ജ്വല്ലറി വാങ്ങിക്കും, അതൊരു ഗ്രോസറി പർച്ചേസ് ചെയ്യുന്ന ആ ഒരു ലാഘവത്തോടെ നമുക്ക് വാങ്ങിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മളത് വാങ്ങിക്കുമ്പോൾ പല കമ്പാരിസൺസ് നടത്തും. മറ്റു കോമ്പറ്റീറ്റേഴ്സിന്റെ ഗുഡ്സുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യും. അവരുടെ പ്രൈസ് നോക്കും, അതിന്റെ ക്വാളിറ്റി നോക്കും, അതിന്റെ സ്റ്റൈൽ, സ്യൂട്ടബിലിറ്റി, ഇതെല്ലാ ക്രൈറ്റീരിയസും നമ്മൾ വെച്ചിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് എല്ലാം അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ച് വാങ്ങിക്കുന്ന ഗുഡ്സ് ആണ് ഷോപ്പിംഗ് ഗുഡ്സ് എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിള് ഫർണിച്ചർ, ജ്വല്ലറി ഒക്കെ ഷോപ്പിംഗ് ഗുഡ്സിന് എക്സാമ്പിൾ ആണ്. ഇനി സ്പെഷ്യാലിറ്റി ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ദ കൺസ്യൂമർ ഹാവ് ടു മേക്ക് എ സ്പെഷ്യൽ പർച്ചേസിംഗ് എഫേർട്ട് ടു പർച്ചേസ് ദിസ് സ്പെഷ്യാലിറ്റി ഗുഡ്സ് ഐറ്റം ലൈക്ക് വിച്ച് പോസസ് യുണീക് ഫീച്ചർ ഓർ ഹാവ് എ നമ്പർ ഓഫ് ബ്രാൻഡ് നെയിംസ് ഓർ ബോത്ത്. അതായത് കോയിൻ കളക്ഷൻ, പേഴ്സണൽ ഇൻട്രസ്റ്റ്, അങ്ങനെയുള്ള കുറച്ച് സ്പെഷ്യാലിറ്റി ഉള്ള അങ്ങനെ ആ ടൈപ്പ് ഓഫ് ഗുഡ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്പെഷ്യാലിറ്റി ഗുഡ്സ് എന്ന് പറയുന്നത്. ഇനി അൺസോൾഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ദേ ആർ ദി പ്രോഡക്റ്റ് വിച്ച് ഡു നോട്ട് ഫാൾ ഇൻ എനി ഓഫ് ദി എബോവ് കാറ്റഗറി ബട്ട് ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ ദി കസ്റ്റമർ. അതായത് നമ്മൾ എപ്പോഴും വാങ്ങിക്കാത്ത തരത്തിലുള്ള ഗുഡ്സിനെയാണ് അൺസോൾഡ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു BMW കാർ വാങ്ങിക്കുക, അല്ലെങ്കിൽ സോളാർ കുക്കർ വാങ്ങിക്കുക. അപ്പൊ അത്തരത്തിലുള്ള ഗുഡ്സിനെയാണ് അൺസോൾഡ് ഗുഡ്സ് എന്ന് പറയുന്നത്. നമ്മുടെ മുകളിൽ പറഞ്ഞ 3 കാറ്റഗറിയിൽ വരാത്ത ഗുഡ്സ് ആണ് അൺസോൾഡ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഒരു കസ്റ്റമറെ സംബന്ധിച്ച് അവർ ആ ഒരു അൺസോൾഡ് ഗുഡ്സ് വാങ്ങിക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് നാളത്തെ പ്രയത്നത്തിന്റെ ഫലമായിട്ട്, അതുപോലെ കുറെ ചിന്തിച്ച് ഒത്തിരി ബെറ്റർ ആയിട്ടുള്ള എന്താ പറയുക, അവരൊരു ഒരു ലക്ഷറി പ്രോഡക്റ്റ് അങ്ങനെയൊക്കെ ഉള്ളതാണ് ഈ അൺസോൾഡ് ഗുഡ്സ് എന്ന് പറയുന്നത്. എപ്പോഴും നമ്മൾ വാങ്ങിക്കുന്ന തരത്തിലുള്ള ഗുഡ്സ് അല്ല ഈ അൺസോൾഡ് ഗുഡ്സ് എന്ന് പറയുന്നത്. അത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഈ കൺസ്യൂമർ ഗുഡ്സ് നിങ്ങൾ ഏതൊക്കെയാണെന്ന്
ഓർത്ത് വെച്ചേക്കുക. കൺവീനിയൻസ് ഗുഡ്സ് എന്താണ്, ഷോപ്പിംഗ് ഗുഡ്സ് എന്താണ്. അപ്പം ഇതിൽ എക്സാമ്പിൾ വെച്ചിട്ടാണ് കൂടുതലും ചോദിക്കുന്നത്. അപ്പൊ ഗ്രോസറി, ടോയ്ലറ്ററീസ് ഒക്കെ ഏത് തരം ഗുഡ്സിനകത്ത് വരുന്നത്? കൺവീനിയൻസ് ഗുഡ്സിനകത്ത് വരുന്നതാണ്. അതുപോലെ ഷോപ്പിംഗ് ഗുഡ്സിന്റെ എക്സാമ്പിൾ ഫർണിച്ചർ ഒക്കെ ഏതിനകത്ത് വരും എന്ന് ചോദിക്കും. ഷോപ്പിംഗ് ഗുഡ്സ് ആണ്. സ്പെഷ്യാലിറ്റി ഗുഡ്സ്, കോയിൻ കളക്ഷൻ, പേഴ്സണൽ ഇൻട്രസ്റ്റ് ഒക്കെ ഉള്ള അങ്ങനെ അത്തരത്തിലുള്ള ഗുഡ്സിന്റെ ആണ് എന്തെന്ന് പറയുന്നത്, സ്പെഷ്യാലിറ്റി ഗുഡ്സ് എന്ന് പറയുന്നത്. ആൻഡ് അൺസോൾഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും വാങ്ങിക്കുന്ന തരത്തിലുള്ള ഒരു ഗുഡ്സ് അല്ല ഈ അൺസോൾഡ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇത് മാച്ച് ദ ഫോളോയിങ്ങിനകത്ത് ചോദിക്കുന്നുണ്ട്, അല്ലാതെ എക്സാമ്പിൾ വെച്ചിട്ട് MCQ ആയിട്ടും ചോദിക്കുന്നുണ്ട്. അപ്പം ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. എല്ലാവരും നന്നായിട്ട് അത് പഠിക്കുക. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ലെവൽസ് ഓഫ് പ്രോഡക്റ്റ്. മെയിൻലി നമുക്ക് ലെവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ലെവൽസ് ആണ് പ്രോഡക്റ്റിനുള്ളത്. ഒന്ന് കോർ പ്രോഡക്റ്റ്, 2 ജനറിക് പ്രോഡക്റ്റ്, ആൻഡ് തേർഡ് വൺ എക്സ്പെക്റ്റഡ് പ്രോഡക്റ്റ്, ഓഗ്മെന്റഡ് പ്രോഡക്റ്റ്, ലാസ്റ്റ് വൺ പൊട്ടൻഷ്യൽ പ്രോഡക്റ്റ്. അപ്പൊ നിങ്ങൾ ഈ ഓർഡർ ആ ലെവൽസിന്റെ ഓർഡർ തന്നെ നിങ്ങൾ അതുപോലെ തന്നെ പഠിക്കും. ഫസ്റ്റ് കോർ, സെക്കൻഡ് ജനറിക്, തേർഡ് എക്സ്പെക്റ്റഡ്, ദെൻ ഓഗ്മെന്റഡ്, പൊട്ടൻഷ്യൽ പ്രോഡക്റ്റ്. ഇത് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാനായിട്ട്, ഓർഡർ ചെയ്യാനായിട്ട് അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡറിൽ ചെയ്യാനായിട്ട് പറയും. അതുപോലെ തന്നെ മാച്ച് ദ ഫോളോയിങ്ങിനകത്ത് ചോദിക്കുന്നുണ്ട്. അതുപോലെ ഫീച്ചേഴ്സ് കാണിച്ചിട്ട് ഇത് ഏത് പ്രോഡക്റ്റ്, ഏത് ലെവൽ ഓഫ് പ്രോഡക്റ്റ് ആണെന്ന് ചോദിക്കും. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഫസ്റ്റ് എന്ന് പറയുന്നത് കോർ പ്രോഡക്റ്റ് ബെനിഫിറ്റ്. ഇത്രയേ ഉള്ളൂ. ഒരു പ്രോഡക്റ്റിന്റെ അല്ലെങ്കിൽ ഒരു സർവീസ് കൺസ്യൂം ചെയ്യുന്നത് വഴിയായി കൺസ്യൂമറുടെ ഫണ്ടമെന്റൽ നീഡ് ആൻഡ് വാണ്ട് സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ള ഒരു പർപ്പസ് ആണ് ഈ കോർ പ്രോഡക്റ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തു പോയി നിൽക്കുക, അപ്പൊ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു റൂം, ഒരു ഹോട്ടൽ റൂം എടുത്തു. അപ്പൊ അവിടുത്തെ കോർ പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഹോട്ടലിനെ സംബന്ധിച്ചിട്ട് അവിടുത്തെ കോർ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്റ്റ് ഓർ സ്ലീപ്പ് ആണ്, ഇല്ലേ? അതാണ് എന്തെന്ന് പറയുന്നത്, കോർ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത രണ്ടാമത്തെ ലെവൽ ഓഫ് പ്രോഡക്റ്റ് ആണ് ജനറിക് പ്രോഡക്റ്റ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് വേർഷൻ ഓഫ് ദി പ്രോഡക്റ്റ് ആണ് നമുക്ക് വേണമെങ്കിൽ പറയാം. അത് നമ്മൾ പറഞ്ഞു ഹോട്ടലിന്റെ കേസിൽ ബെനിഫിറ്റ് എന്ന്, അതായത് കോർ ബെനിഫിറ്റ് എന്ന് പറയുന്നത് റെസ്റ്റ് അല്ലെങ്കിൽ സ്ലീപ്പ് ആണ്. അപ്പൊ അത് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി നമുക്ക് ബേസിക് ആയിട്ട് വേണ്ട ചില ഫങ്ഷൻസ് ഉണ്ട്. ബേസിക് ഫങ്ഷൻസിനെയാണ് എന്തെന്ന് പറയുന്നത് ഈ ജനറിക് പ്രോഡക്റ്റ്. അതായത് ബേസിക് പ്രോഡക്റ്റ് എന്ന പേരിൽ കൂടി വേണമെങ്കിൽ അതിനെ നമുക്ക് പറയാനായിട്ട് പറ്റും, ജനറിക് പ്രോഡക്റ്റ്. അതായത് ഇപ്പൊ ഒരു ഹോട്ടലിനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ അവിടുത്തെ ജനറിക് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ബെഡ് ഉണ്ടായിരിക്കണം, ടവൽസ്, ബാത്റൂം, മിറർ, ഒരു അലമാരി ഉണ്ടായിരിക്കണം. അപ്പൊ അതെല്ലാം കൂടി ചേരുന്ന അതിനെയാണ്, അതായത് ഒരു ബേസിക് പ്രോഡക്റ്റിന്റെ അത്യാവശ്യമായിട്ട് ബേസിക് ഫങ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെയാണ് ജനറിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ലെവൽ, ജനറിക് പ്രോഡക്റ്റ് ലെവൽ എന്ന് പറയുന്നത്. ഇനി തേർഡ് ലെവലാണ് എക്സ്പെക്റ്റഡ് പ്രോഡക്റ്റ്. അപ്പൊ നമ്മൾ ഒരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ നമ്മൾ ചില ഫീച്ചേഴ്സ് ഒക്കെ എന്ത് ചെയ്യും, എക്സ്പെക്ട് ചെയ്യും. അപ്പൊ അതിനെയാണ് എക്സ്പെക്റ്റഡ് പ്രോഡക്റ്റ് ലെവൽ എന്ന് പറയുന്നത്. നമുക്കറിയാം, നമുക്ക് തരുന്ന ടവൽസ് ക്ലീൻ ആയിരിക്കണം, അതുപോലെ തന്നെ ഷീറ്റ്സ് ക്ലീൻ ആയിരിക്കണം. നമ്മൾ പിന്നെ ചിലപ്പോൾ അവിടെ വൈഫൈ ഉണ്ടായിരിക്കും എക്സ്പെക്ട് ചെയ്യും, TV. അപ്പൊ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, എക്സ്പെക്റ്റഡ് പ്രോഡക്റ്റ് ലെവൽ എന്ന് പറയുന്നത്. അപ്പൊ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ, ഇപ്പൊ ഒരു റൂം എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ അതിനെപ്പറ്റി ഒരു ഇന്ന ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കണം എന്നുള്ള ആ ഒരു എക്സ്പെക്റ്റഡ് ലെവലിനെയാണ് എന്തെന്ന് പറയുന്നത്, എക്സ്പെക്റ്റഡ് പ്രോഡക്റ്റ് ലെവൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലെവൽ, ഫോർത്ത് ലെവലാണ് ഓഗ്മെന്റഡ് പ്രോഡക്റ്റ് ലെവൽ. ഓഗ്മെന്റഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാട്ടും കൂടുതൽ ആ ഒരു പ്രോഡക്റ്റിന് പ്രോഡക്റ്റ് വേരിയേഷൻസും എക്സ്ട്രാ ഫീച്ചേഴ്സും ഒക്കെ ഉള്ള ആ ലെവലിനെയാണ് എന്തെന്ന് പറയുന്നത്, ഓഗ്മെന്റഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളിപ്പോ ഒരു ഹോട്ടൽ റൂം എടുത്തു. അപ്പൊ അവിടെ നമുക്ക് സ്പായുടെ സർവീസസ്, അതുപോലെ തന്നെ ചിലപ്പോൾ ലഗേജ് അസിസ്റ്റൻസ്, നമുക്ക് എന്തെങ്കിലും ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഒക്കെ നമുക്ക് റെക്കമെൻഡ് ചെയ്ത് തരും അവിടുന്ന് തന്നെ. അതുപോലെ ടാക്സി അറേഞ്ച് ചെയ്ത് തരും. അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാട്ടും കുറച്ചും കൂടി കൂടുതലായിട്ടുള്ള കാര്യം, എക്സ്ട്രാ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉള്ളതിനെയാണ് ഓഗ്മെന്റഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് ലെവൽ അല്ലെങ്കിൽ ഹയസ്റ്റ് ലെവൽ ഓഫ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ പ്രോഡക്റ്റ് ആണ്. അതായത് it include all augmentations and transformation the product might undergo in the future. അതായത് കസ്റ്റമർ ഡിലൈറ്റ് അല്ലെങ്കിൽ ഒരു കസ്റ്റമർക്ക് ഒരു സർപ്രൈസ് കൊടുക്കുന്ന രീതിയിൽ ഒരിക്കലും ആ കസ്റ്റമർ അത്തരത്തിൽ ചിന്തിക്കുന്നതേ ഇല്ല, ഇന്ന ഒരു ഫീച്ചർ അല്ലെ ഇന്നൊരു കാര്യം
ഉണ്ടായിരിക്കും അങ്ങനെ ചിന്തിക്കുന്നത്. അതായത് ഫ്യൂച്ചർ ഓറിയന്റഡ് ആയിട്ട് അവർക്ക് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാട്ടും ഉപരി ഒരു പ്രോഡക്റ്റ് ഫീച്ചർ വരുന്നത്, അതിന്റെ ഒരു മാക്സിമത്തെക്കാട്ടും കൂടുതലുള്ള ഒരു ലെവലിനെയാണ് പൊട്ടൻഷ്യൽ പ്രോഡക്റ്റ് ലെവൽ എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഓരോ ഒക്കേഷൻ അനുസരിച്ച് നമ്മൾ എടുക്കുന്ന റൂമിൽ നമുക്ക് ഗിഫ്റ്റ് പാക്ക് ചെയ്ത് വെക്കുക, അതുപോലെ തന്നെ നമ്മുടെ ടെമ്പറേച്ചർ അനുസരിച്ച് റൂം ഫ്രാഗ്രൻസ് മാറുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതുപോലെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാട്ടും ഒക്കെ ഒരുപാട് ഉപരിയായിട്ട് വരുന്ന ഒരു പ്രോഡക്റ്റ് ലെവലാണ് പൊട്ടൻഷ്യൽ പ്രോഡക്റ്റ് ലെവൽ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പ്രോഡക്റ്റ് മിക്സ് ആണ്. നമ്മൾ പറഞ്ഞു മാർക്കറ്റിംഗ് മിക്സ്, അതിനകത്ത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ് പ്രോഡക്റ്റ്. അപ്പൊ ആ ഒരു പ്രോഡക്റ്റ് മിക്സ് എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. Product mix or product portfolio is the combination of all products offered for sale by a company. അപ്പം ഒരു കമ്പനി ഓഫർ ചെയ്യുന്ന എല്ലാ പ്രോഡക്ട്സിനെയും കൂടിയാണ് എന്തെന്ന് പറയുന്നത്, പ്രോഡക്റ്റ് മിക്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് 4 ഡയമെൻഷൻസ് ആണ് വരുന്നത് പ്രോഡക്റ്റ് മിക്സിൽ. പ്രോഡക്റ്റ് ലെങ്ത്, പ്രോഡക്റ്റ് വിഡ്ത്ത്, പ്രോഡക്റ്റ് ഡെപ്ത് ആൻഡ് പ്രോഡക്റ്റ് കൺസിസ്റ്റൻസി. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെച്ചേക്കുക. ലെവൽസ് ഓഫ് പ്രോഡക്റ്റ് ഇമ്പോർട്ടന്റ് ആണ്, കൺസ്യൂമർ ഗുഡ്സ് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പം പ്രോഡക്റ്റ് ലൈൻ എന്ന് പറയുന്നത്, ദ പ്രോഡക്റ്റ് ലൈൻ ഈസ് എ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് പ്രോഡക്ട്സ് ഓൾ മാർക്കറ്റഡ് അണ്ടർ എ സിംഗിൾ ബ്രാൻഡ് നെയിം ദാറ്റ് ഈസ് സോൾഡ് ബൈ ദി സെയിം കമ്പനി. ഒരു കമ്പനി ഒരു സിംഗിൾ ബ്രാൻഡ് നെയിമിന്റെ അണ്ടറിൽ എന്തൊക്കെ കാര്യങ്ങൾ ഒരു ഗുഡ്സ് സെല്ല് ചെയ്യുന്ന അല്ലെ മാർക്കറ്റ് ചെയ്യുന്ന ആ ഒരു ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് പ്രോഡക്റ്റിനെയാണ് എന്തെന്ന് പറയുന്നത്, പ്രോഡക്റ്റ് ലൈൻ എന്ന് പറയുന്നത്. നമുക്ക് എക്സാമ്പിളിലോട്ട് നോക്കാം. നമ്മൾ പറഞ്ഞു പ്രോഡക്റ്റ് മിക്സ് ഡിസിഷനകത്ത് 4 എലമെന്റ്സ് ആണ് വരുന്നത്. ഒന്ന് പ്രോഡക്റ്റ് വിഡ്ത്ത്, അതായത് നമ്പർ ഓഫ് ഡിഫറെന്റ് പ്രോഡക്റ്റ് ലൈൻസ് ദ കമ്പനി ക്യാരീസ്. അപ്പൊ ഒരു കമ്പനിയെ സംബന്ധിച്ച് എത്ര പ്രോഡക്റ്റ് ലൈൻ ഉണ്ട് അതിനെയാണ് പ്രോഡക്റ്റ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഇനി പ്രോഡക്റ്റ് ലെങ്ത് എന്ന് ഉദ്ദേശിക്കുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ് എ കമ്പനി ക്യാരീസ് വിത്തിൻ ഇറ്റ്സ് പ്രോഡക്റ്റ് ലൈൻ. ഇനി ഓരോ പ്രോഡക്റ്റ് ലൈനിനകത്ത് എത്ര പ്രോഡക്റ്റ് ഉണ്ട്, എത്ര നമ്പർ ഓഫ് ഐറ്റംസ് ഉണ്ട്, അതിനെയാണ് പ്രോഡക്റ്റ് ലെങ്ത് എന്ന് പറയുന്നത്. ഇനി പ്രോഡക്റ്റ് ഡെപ്ത് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് വേർഷൻസ് ഓഫേർഡ് ഫോർ ഈച്ച് പ്രോഡക്റ്റ് ഇൻ ദി ലൈൻ. അതായത് ഒരു പ്രോഡക്റ്റ് ലൈനിനകത്ത് കുറെ, ഇപ്പം ഒരു പ്രോഡക്റ്റ് ലൈൻ, ബ്യൂട്ടി എന്ന് പറഞ്ഞ റിലേറ്റഡ് ഒരു ഇതിനകത്ത് ഒരു പ്രോഡക്റ്റ് ലൈനിനകത്ത് പറയുന്നത് ഷാമ്പു കാണും, കണ്ടീഷണർ കാണും. അപ്പൊ ആ ഒരു ഷാമ്പുവിനകത്ത് തന്നെ പല വേരിയൻസ് ഉണ്ടായിരിക്കും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, പ്രോഡക്റ്റ് ഡെപ്ത് എന്ന് പറയുന്നത്. എന്തുമാത്രം വേരിയൻസ് അതിനകത്തുണ്ട്. ഇപ്പൊ ഷാമ്പു ആണെങ്കിലും ഡാൻഡ്രഫ് കൺട്രോള്, പിന്നെ ഹെയർ ഫോൾ കൺട്രോൾ വരുന്നുണ്ട്, അതിന്റെ മണത്തിൽ വ്യത്യാസം വരുന്നുണ്ട്, ഇല്ലേ, മുടി വളരുന്നതിന് ആവശ്യമുള്ള ഹെയർ ഗ്രോത്തിന് വേണ്ടിയുള്ള ഷാമ്പൂസ് ഉണ്ട്. അപ്പം അത്തരത്തില് എന്തൊക്കെ വേരിയൻസ് ഉണ്ടോ, ഓരോ പ്രോഡക്റ്റിനകത്തും എന്തൊക്കെ വേരിയൻസ് ഉണ്ട്, അതിനെയാണ് പ്രോഡക്റ്റ് ഡെപ്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് കൺസിസ്റ്റൻസി ഉദ്ദേശിക്കുന്നത് റിലേറ്റിവിറ്റി ഓഫ് ദി വേരിയസ് പ്രോഡക്റ്റ് ലൈൻസ് ഇൻ എൻഡ് യൂസ്, പ്രൊഡക്ഷൻ റിക്വയർമെന്റ്, ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് ഓർ സം അതർ ആസ്പെക്ട്സ്. അതായത് പ്രോഡക്റ്റ് കൺസിസ്റ്റൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് തമ്മിലുള്ള ഡിഫറെന്റ് പ്രോഡക്റ്റ് ലൈൻസ് തമ്മിലുള്ള ഒരു റിലേഷൻ എന്തുമാത്രം അവർ മീറ്റ് ചെയ്യുന്നു, അതിനെയാണ് പ്രോഡക്റ്റ് കൺസിസ്റ്റൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി പ്രോഡക്റ്റ് മിക്സിന്റെ ഒരു എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞു. പ്രോഡക്റ്റ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ പ്രോഡക്റ്റ് മിക്സിനകത്ത് എത്രമാത്രം പ്രോഡക്റ്റ് ലൈൻസ് ഉണ്ട് ഉണ്ടാവും. പ്രോഡക്റ്റ് ലൈൻ 1, പ്രോഡക്റ്റ് ലൈൻ, അപ്പൊ ഇവിടെ സംബന്ധിച്ച് ആ ഒരു പ്രോഡക്റ്റ് മിക്സിനകത്ത് 4 പ്രോഡക്റ്റ് ലൈൻ ആണുള്ളത്. അതിനെയാണ് പ്രോഡക്റ്റ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഇനി ആ ഓരോ പ്രോഡക്റ്റ് ലൈനിനകത്ത് ഡിഫറെന്റ് പ്രോഡക്ട്സ് ഉണ്ട്, ഇല്ലേ, പ്രോഡക്റ്റ് ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് ഗ്രീൻ കളറിനകത്ത് ആ ഒരു പ്രോഡക്റ്റ് ലൈനിനകത്ത് 4 പ്രോഡക്റ്റ് ഉണ്ട്. അതിനെയാണ് പ്രോഡക്റ്റ് ലൈൻ എന്ന് പറയുന്നത്. ഇനി ആ ഓരോ പ്രോഡക്റ്റിനകത്ത് എന്തോരം വേരിയൻസ് ഉണ്ട്, അതിനെയാണ് പ്രോഡക്റ്റ് ഡെപ്ത് എന്ന് പറയുന്നത്. ഇനി ഈ ഡിഫറെന്റ് പ്രോഡക്റ്റ് ലൈൻസ് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനെയാണ് എന്തെന്ന് പറയുന്നത്, പ്രോഡക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. നെസ്ലയുടെ പ്രോഡക്റ്റ് ലൈൻസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. ബോട്ടിൽഡ് വാട്ടർ ഉണ്ട്, ഇൻഫന്റ് ഫോർമുല ഉണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് സീരിയൽസ് ഉണ്ട്, ബേബി ഫുഡ് ഉണ്ട്, മിൽക്ക് ആൻഡ് ഡയറക്റ്റ് ചിൽഡ് ഡയറി ഉണ്ട്, അതുപോലെ തന്നെ ബിവറേജസ് ഉണ്ട്, ചോക്ലേറ്റ്സ് ആൻഡ് കൺഫെക്ഷണറി ഉണ്ട്, ഫുഡ് ഐറ്റംസ് ഉണ്ട്, ഇല്ലേ. അതാണ് നെസ്ലെ എന്ന് പറഞ്ഞ കമ്പനിയുടെ പ്രോഡക്റ്റ് ലൈൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും പ്രോഡക്റ്റ് ലൈൻസ് ആണ് അവർക്കുള്ളത്. അതിനെയാണ് പ്രോഡക്റ്റ് വിഡ്ത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി പ്രോഡക്റ്റ് ഡെപ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, അതായത് പ്രോഡക്റ്റ് ലൈൻ ഉണ്ട്, ഇപ്പൊ നമ്മൾ പറഞ്ഞത് പ്രോഡക്റ്റ് വിഡ്ത്ത്. ഇനി പ്രോഡക്റ്റ് ലെങ്ത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, ഓരോ പ്രോഡക്റ്റിനകത്തും എന്തൊക്കെ കാര്യങ്ങളുണ്ട്, എത്ര എണ്ണം ഉണ്ട്. ഈ ഇൻഫന്റ് ഫോർമുലയ്ക്കകത്ത്
ലാക്ടോജൻ ഉണ്ട്, നാൻ ഉണ്ട്, അങ്ങനെ അത് എത്ര എണ്ണം ഉണ്ട്, അതിനെയാണ് പ്രോഡക്റ്റ് ലെങ്ത് എന്ന് പറയുന്നത്. ഇനി ആ ഒരു ലാക്ടോജനകത്ത് തന്നെ എന്തൊക്കെ വേരിയൻസ് വരുന്നുണ്ട് അതിനെയാണ് പ്രോഡക്റ്റ് ഡെപ്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇത് തമ്മിലുള്ള ഒരു റിലേഷൻ എങ്ങനെയാണെന്നുള്ളതിനെയാണ് പ്രോഡക്റ്റ് കൺസിസ്റ്റൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? ഇനി നമുക്ക് അതിൽ പഠിക്കാനുള്ള ഒരു കോൺസെപ്റ്റ് ആണ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ. പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ ഇസ് ദി സൈക്കിൾ ത്രൂ വിച്ച് എവറി പ്രോഡക്റ്റ് ഗോസ് ത്രൂ ഫ്രം ഇൻട്രൊഡക്ഷൻ ടു വിത്ഡ്രോവൽ ഓർ ഇവൻച്വൽ ഡിമൈസ്. അതായത് ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അത് ഇല്ലാതാകുന്നത് വരെ അത് കടന്നു പോകുന്ന ആ ഒരു പ്രോഡക്റ്റ് കടന്നു പോകുന്ന ആ ഒരു സ്റ്റേജിനെയാണ്, കടന്നു പോകുന്ന ആ ഒരു സൈക്കിളിനെയാണ് എന്തെന്ന് പറയുന്നത്, പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. ഫസ്റ്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആണ് നടത്തുന്നത്. അപ്പൊ റിസർച്ചിങ് ആൻഡ് ഡെവലപ്പിംഗ് എ പ്രോഡക്റ്റ് ബിഫോർ ഇറ്റ് ഈസ് മെയ്ഡ് അവൈലബിൾ ഫോർ സെയിൽ ഇൻ ദി മാർക്കറ്റ്. അപ്പൊ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പിട്ട് അവർ അതിനെപ്പറ്റി എന്ത് ചെയ്യും, നന്നായിട്ട് സ്റ്റഡി ചെയ്യും. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് ആണ്, ലോഞ്ചിങ് ദ പ്രോഡക്റ്റ് ഇൻ ടു ദി മാർക്കറ്റ്. Then third stage എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് സ്റ്റേജ് ആണ്, when sales are increasing at their fastest rate. ആ ഒരു ഗ്രോത്ത് സ്റ്റേജിലാണ് സെയിൽസ് മാക്സിമം ഇൻക്രീസ് ആകുന്നത്. ഇനി മെച്യൂരിറ്റി സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിൽസ് ആർ നിയർ ദ ഹയസ്റ്റ് അറ്റ് ദി മോസ്റ്റ് ലെവൽ, ഒരു സാച്ചുറേഷനിലാണ് ഈ മെച്യൂരിറ്റി ലെവൽ എന്ന് പറയുന്നത്. ബട്ട് ദി റേറ്റ് ഓഫ് ഗ്രോത്ത് ഈസ് സ്ലോയിങ് ഡൗൺ. എക്സാമ്പിൾ ന്യൂ കോമ്പറ്റീറ്റേഴ്സ് ഇൻ മാർക്കറ്റ് ഓർ സാച്ചുറേഷൻ. ന്യൂ കോമ്പറ്റീറ്റേഴ്സ് ഒക്കെ എൻ്റർ ചെയ്യുന്ന ഒരു സ്റ്റേജ് ആണ് മെച്യൂരിറ്റി സ്റ്റേജ് എന്ന് പറയുന്നത്. ഡിക്ലൈൻ എന്ന് പറഞ്ഞാൽ ഫൈനൽ സ്റ്റേജ് ഓഫ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ ആണ്, വെൻ സെയിൽസ് ബിഗിൻ ടു ഫോൾ. അതാണ് ആ ഒരു സ്റ്റേജിന്റെ പ്രത്യേകത. നമുക്ക് ഒന്നും കൂടി നോക്കാം. പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ ആണ്, ഡിഫറെന്റ് സ്റ്റേജസ്. ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ ഹൈ കോസ്റ്റ് ആയിരിക്കും. ദെൻ അത് കഴിഞ്ഞ് വരുന്ന സ്റ്റേജ് ആണ് ഗ്രോത്ത് സ്റ്റേജ്, അവിടെ സെയിൽസ് ഗ്രോ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. മെച്യൂരിറ്റി സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സാച്ചുറേഷൻ ലെവലിലാണ്, എന്നെങ്കിൽ ആ ഒരു ഇത് ഫാൾ ചെയ്യാനായിട്ടാണ് നിൽക്കുന്നത്. അവിടെ സെയിൽസ് ഫോൾ എന്ത് ചെയ്യാം, കുറയാനായിട്ടുള്ള ഒരു ടെൻഡൻസിയാണ്. ലാസ്റ്റ് എന്ന് പറയുന്നത് സെയിൽസ് ഫാൾ ആൻഡ് ഫോൾ, അതായത് ഡിക്ലൈൻ സ്റ്റേജ് ആണ്. പിന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആ ഒരു സ്റ്റേജിലാണ് പ്രോഡക്റ്റ് ലൈഫ് എക്സ്റ്റൻഷൻ ഒക്കെ വരുന്നത്. അപ്പൊ നമുക്ക് ഒന്നും കൂടി നോക്കാം. പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേജ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നടത്തും, അതായത് ഇൻവെസ്റ്റ്മെന്റ് നടത്തും. അതായത് സെയിൽസ് ഒന്നും നടന്നിട്ടില്ല, അതുപോലെ തന്നെ പുതിയ ഐഡിയാസ്, പുതിയ പ്രോഡക്റ്റ് ഐഡിയാസ് ഒക്കെ ജനറേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേജ് ആണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. അത് മിക്കയിടത്തും കൊടുക്കത്തില്ല. ഇപ്പൊ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ട് നമ്മൾ ഇവിടെ പറയുന്നത് ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് ആണ്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്താണ്, കോസ്റ്റ് വെരി ഹൈ ആണ് ആൻഡ് സെയിൽസ് എന്താണ് നോക്കിക്കേ, സെയിൽസ് അവിടെ കുറവല്ലേ ഇൻട്രൊഡക്ഷൻ സ്റ്റേജില്, സ്ലോ സെയിൽസ് വോളിയം ആണ്. ഇനി അവിടെ കോമ്പറ്റീഷൻ എന്ന് പറയുന്ന സംഭവം ഇല്ല, അത് എന്ന് വെച്ചാൽ ആ ഒരു പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തതല്ലേ ഉള്ളൂ. അതുപോലെ തന്നെ ഡിമാൻഡ് എന്ത് ചെയ്യാണ്, ഡിമാൻഡ് വലിയ രീതിയിലൊന്നുമില്ല, ചെറിയ രീതിയിൽ നമ്മൾ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങുന്നതേ ഉള്ളൂ. ഇല്ല, അവിടെ പ്രോഫിറ്റ് ഒന്നും ആ ഒരു സ്റ്റേജിൽ ഇല്ല. ഇനി രണ്ടാമത്തെ സ്റ്റേജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഗ്രോത്ത് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ കോസ്റ്റ് എങ്ങനെയാണ്, കുറവായിരിക്കും. എന്താ എക്കണോമീസ് ഓഫ് സ്കെയിൽ നമ്മൾ പറഞ്ഞു, ഒരു ബണ്ടിൽ ഓഫ് പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിക്കുന്നത് ഒരെണ്ണം വാങ്ങിക്കുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ എക്കണോമീസ് ഓഫ് സ്കെയിൽ കാരണം എന്തായിരിക്കും, അത് കോസ്റ്റ് കുറവായിരിക്കും. സെയിൽസ് വോളിയം എന്താ ചെയ്യാണ്, അവിടെ ഇൻക്രീസ് ചെയ്യാണ്, ഇല്ലേ, സെയിൽസ് വോളിയം. ആ ഗ്രാഫ് നോക്കിക്കേ, സെയിൽസ് ഇൻക്രീസ് ചെയ്യുന്നു, പ്രോഫിറ്റ് എന്ത് ചെറിയ രീതിയിൽ ഉണ്ടാക്കാനായിട്ടൊക്കെ തുടങ്ങുന്ന ഒരു സ്റ്റേജ് ആണ്. അതായത് ആളുകൾ അന്ന് അറിഞ്ഞെടുത്ത് തുടങ്ങും ആ പ്രോഡക്റ്റിനെ പറ്റി. കോമ്പറ്റീഷൻ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഏതിനെക്കാട്ടും, ഇൻട്രൊഡക്ഷൻ സ്റ്റേജിനെക്കാട്ടും. അടുത്ത സ്റ്റേജ് ആണ് മെച്യൂരിറ്റി സ്റ്റേജ് എന്ന് പറയുന്നത്. അവിടെ കോസ്റ്റ് തീരെ കുറവായിരിക്കും, സെയിൽസ് അതിന്റെ മാക്സിമത്തിൽ എത്തുന്ന, പീക്കിൽ എത്തുന്ന സ്റ്റേജ് ആണ്. അതായത് മാർക്കറ്റ് സാച്ചുറേഷനിൽ എത്തും, തിങ്സ് സ്റ്റെബിലൈസ് ചെയ്യുന്ന ഒരു സ്റ്റേജ്. ഇനി കൂടുതലും കോമ്പറ്റീറ്റേഴ്സ് എൻ്റർ ചെയ്യുന്ന ഒരു സ്റ്റേജ് ആണ് മെച്യൂരിറ്റി സ്റ്റേജ് എന്ന് പറയുന്നത്. പ്രൈസ് കുറവായിരിക്കും. പിന്നെ ഈ ഒരു സ്റ്റേജിലാണ് എന്താ പറയുന്നത്, ബ്രാൻഡ് ഡിഫറൻസിയേഷൻ അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഡൈവേഴ്സിഫിക്കേഷൻ ഒക്കെ നമ്മൾ ചെയ്യുന്നത് ഈ മെച്യൂരിറ്റി സ്റ്റേജിലാണ്. എങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നേരെ എങ്ങോട്ട് പോകും, ഡിക്ലൈൻ സ്റ്റേജിലോട്ട് പോകും. അവിടെ കോസ്റ്റ് മാക്സിമം കൂടുതലായിരിക്കും, സെയിൽസ് വോളിയം തീരെ ഇല്ലായിരിക്കും, പ്രൈസും പ്രോഫിറ്റും ഒക്കെ എങ്ങനെയായിരിക്കും, കുറവായിരിക്കും. ഇല്ല, അത് കഴിഞ്ഞിട്ട് പ്രോഡക്റ്റ് ലൈഫ് എക്സ്റ്റൻഷൻ ആണ് പിന്നീട് വരുന്ന കാര്യം. ഇനി എക്സ്റ്റെൻഡിങ് ദി പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയുമ്പോൾ അതെങ്ങനെ നമുക്ക് അതിന്റെ ആ ഒരു ആയുസ് കൂട്ടാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റിന്റെ അഡ്വർടൈസ് ചെയ്യാം, പ്രൈസ് റിഡക്ഷൻ നടത്താം, വാല്യൂ ആഡിങ് വാല്യൂസ്, വാല്യൂ അഡിഷൻ നടത്താം, എക്സ്പ്ലോർ ന്യൂ മാർക്കറ്റ്,
ന്യൂ പാക്കേജിംഗ്, ഇതെല്ലാമാണ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ എക്സ്റ്റെൻഡിങ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അടുത്ത ഈ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിളിന്റെ ഇമ്പോർട്ടൻസ് ആണ്. പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ടൂൾ ഫോർ മാർക്കറ്റ് ഫോർകാസ്റ്റിംഗ്, പ്ലാനിംഗ് ആൻഡ് കൺട്രോൾ. മാർക്കറ്റ് ഫോർകാസ്റ്റ് ചെയ്യാൻ, പ്ലാൻ ചെയ്യുന്നതിന്, പ്ലാനിങ്ങിനും കൺട്രോളിനും ഒക്കെ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ ഹെൽപ്ഫുൾ ഇൻ ഫോർമുലേറ്റിംഗ് എ പ്രോപ്പർ പ്രോഡക്റ്റ് പോളിസി, പ്രൊഡക്ഷൻ ആൻഡ് പ്രൈസിംഗ് പ്രോഡക്റ്റ് പോളിസി ഒക്കെ ഫോർമുലേറ്റ് ചെയ്യുന്നതിന് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ ഹെൽപ്പ് ചെയ്യും. ഹെൽപ്ഫുൾ ഇൻ മോഡിഫൈങ് ദ മാർക്കറ്റിംഗ് പോളിസീസ് ഒക്കെ മോഡിഫൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഹെൽപ്ഫുൾ ടു ദി മാർക്കറ്റ് റിഗാർഡിംഗ് കോമ്പറ്റീഷൻ എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. കോഷൻസ് ദ മാനേജ്മെന്റ് അബൌട്ട് ദ ഡിക്ലൈൻ സ്റ്റേജ് ഓഫ് ദി പ്രോഡക്റ്റ്. അപ്പൊ ഇതൊക്കെയാണ് ഈ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിളിന്റെ ഇമ്പോർട്ടൻസ് ആയിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത്. ദെൻ ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെന്റ്. അപ്പൊ ഒരു ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ഡിമാൻഡ് ഇൻ മാർക്കറ്റ്. ആ പ്രോഡക്റ്റിന്റെ ഒരു ഡിമാൻഡ് എങ്ങനെയാണെന്ന് അനലൈസ് ചെയ്യും. അക്സെപ്റ്റൻസ് ഓഫ് പ്രോഡക്റ്റ് ഇൻ ദ മാർക്കറ്റ്, എത്രത്തോളം ആൾക്കാർ അത് അക്സെപ്റ്റ് ചെയ്യും. അക്സെപ്റ്റൻസ് ഓഫ് കമ്പനി സ്ട്രാറ്റജി ഇൻ മാർക്കറ്റ്. എക്കണോമിക് വയബിലിറ്റി നോക്കും. ചേഞ്ചിങ് ദ പ്രോഡക്റ്റ് ആസ് പെർ കൺസ്യൂമർ പ്രിഫറൻസ്. അഡാപ്റ്റിംഗ് ആസ് പെർ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്. കൺസിഡറേഷൻ ഓഫ് ഗവൺമെന്റ് പോളിസി. അപ്പൊ ഇതൊക്കെയാണ് ഒരു ന്യൂ പ്രോഡക്റ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഈ ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെന്റിന്റെ സ്റ്റേജസ് ആണ്. അത് എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു നോക്കാം. ഫസ്റ്റ്, ജനറേഷൻ ഓഫ് ന്യൂ പ്രോഡക്റ്റ് ഐഡിയാസ്. Then screening and evaluation of ideas. Third stage, development and testing of concept. Fourth stage, development of advertisement and promotion strategies. Analysis of business. Sixth stage, development of product. And seventh stage, testing product in market. Last stage, commercialization of the product. അപ്പോൾ ഇത്രയും സ്റ്റേജസ് ആണ് ഒരു പുതിയതായിട്ട് ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ അത് കടന്നു പോകുന്ന സ്റ്റേജസ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ചാപ്റ്റർ നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇതിനകത്ത് നിന്ന് ലെവൽസ് ഓഫ് പ്രോഡക്റ്റ് ചോദിച്ചിട്ടുണ്ട്, ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെന്റിന്റെ സ്റ്റേജസ് ചോദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ കൺസ്യൂമർ ഗുഡ്സിനെ പറ്റി അതിന്റെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്താ ഇന്ന് പഠിച്ചത്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ, അതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്, അതിന്റെ സ്റ്റേജസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്, അതിന്റെ ഫീച്ചേഴ്സ് തന്നിട്ട് ഏത് സ്റ്റേജിൽ വരും എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.